ഹായ് മക്കളെ, സെനിത്ത് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? നിങ്ങൾക്കിപ്പോ എക്സാം ആയല്ലേ? എക്സാം ഇപ്പൊ തുടങ്ങാറായില്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പഠിച്ചു തുടങ്ങണം. നമുക്കിപ്പോ ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പേപ്പർ വണ്ണിലെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇതിന്ന് ഏകദേശം ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വരാതിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ തന്നെ അത് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആകാം. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വിചാരിച്ചത് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്കത് ഉണ്ടാക്കി എഴുതാനായിട്ടൊക്കെ വരെ പറ്റും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അതൊന്ന് ഗോ ത്രൂ ചെയ്യണം, നല്ലോണം വായിക്കണം. എന്നാലാണ് നമുക്കൊരു ഏകദേശം ഐഡിയ വെച്ച് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എന്താ പറയണത്? ഹെൽത്ത് പ്രോബ്ലം ഓഫ് ഇന്ത്യ. നമുക്കറിയാലേ, ഓരോ കൺട്രീസിലും അവരുടേതായ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ഇത് മെയിൻ ആയിട്ട് ആ കൺട്രീസിലെ മനുഷ്യരെയും അവരുടെ ആ ഒരു പോപ്പുലേഷനെയും അതേപോലെ തന്നെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കൺട്രിയിലെ ഹെൽത്ത് പ്രോബ്ലം ബേസ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഒരു കൺട്രിയെ പോലെ ആയിരിക്കില്ല മറ്റൊരു കൺട്രി എന്ന് പറയുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ നാട്ടുകാർ, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ, അവരുടെ ബിഹേവിയർ, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഹൈജീൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും ആ ഒരു കൺട്രിയുടെ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറെ കാൽക്കുലേഷൻസും കാര്യങ്ങളും, അത് കാൽക്കുലേഷൻസ് ഒന്നുമല്ല. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയൊരു കൺട്രിയാണ്, അത്യാവശ്യം നല്ലൊരു വലിയൊരു കൺട്രിയാണ്. ആൻഡ് അവിടുത്തെ പോപ്പുലേഷൻ 2021 പ്രകാരം 1 പോയിന്റ് സംതിങ് മില്യൺസ് ആണ് പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോ എത്രയാ പോപ്പുലേഷൻസ് എന്ന് അറിയോ? 1.46 ബില്യൺ ആണ് പോപ്പുലേഷൻ വന്നേക്കുന്നത്. അതായത് ഒരു ഏകദേശം 146 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പൊ വരുന്നത്. എന്ന് പറഞ്ഞ് ഇന്ത്യ വലുതാവുന്നുണ്ടോ? ഇല്ല. സ്ഥലങ്ങൾ വലുതാവുന്നുണ്ടോ? ഇല്ല. പോപ്പുലേഷൻ ആണ് ഗ്രോത്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോപ്പുലേഷൻസ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പോപ്പുലേഷൻസിന് സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുള്ള റിസോഴ്സസ് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു കൺട്രീസിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ആണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന മേജർ ഹെൽത്ത് പ്രോബ്ലംസ്. ഒരു 5 എണ്ണാണ്. അതിൽ ഒന്നാമത്തെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലംസ് എന്നുള്ളത്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതേപോലെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ട്, എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്, മെഡിക്കൽ കെയർ പ്രോബ്ലം ഉണ്ട്, പോപ്പുലേഷൻ പ്രോബ്ലം ഉണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം എന്താണ്? നമുക്കറിയാം അല്ലെ, ഇതെന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഓവർ ആയിട്ടുള്ള പോപ്പുലേഷനും ഓവർ ക്രൗഡിങ്സും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും ഇല്ലാണ്ടാവുമ്പോൾ ജനങ്ങൾ വളരെ പാർത്ത് കഴിയേണ്ടി വരും. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ ഡിസീസ് വളരെയധികം സ്പ്രെഡോടെ വളരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നത്. അപ്പൊ അതില് ഏറ്റവും ഒന്ന് ഏതാണ്? മലേറിയ. മലേറിയ എന്ന് പറയുന്നത് ഒരു മേജർ ഹെൽത്ത് പ്രോബ്ലം ആണ് മലേറിയ എന്ന് പറയുന്നത്. കാരണം മലേറിയ പരത്തുന്ന കൊതുവാണ് മലേറിയ പരത്തുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇത്രയും ഓവർ ക്രൗഡിങ്ങില് ജനങ്ങൾ തിങ്ങി പാർത്ത് കഴിയുമ്പോൾ മലേറിയ പകരാനും പടർത്താനും വളരെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് മലേറിയ ഏറ്റവും കൂടുതലായിട്ട്? നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെയാണ് മലേറിയ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ഇതൊക്കെ ഏകദേശം ഒന്ന് പഠിച്ചു വെക്കാം. കൂടുതലും ഏതാണ് ഫാൽസിപ്പാരമാണ്. അത് പി ഫാൽസിപ്പാരമാണ് ഇൻക്രീസ് കൂടുതലും ഈ മലേറിയ പരത്തുന്നത്. അപ്പൊ മലേറിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ് ഇന്ത്യ ഫേസ് ചെയ്യുന്നത്.
അടുത്തതാണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാലോ, ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് എയർ ബോൺ ഡിസീസ് ആണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എയറിനെ കണക്ട് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ എയർ പൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. ഒരാൾക്ക് ടി ബി വന്നു കഴിഞ്ഞാൽ തന്നെ ആളുടെ ഡ്രോപ്ലെറ്റ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആളുടെ എന്താ പറയാ സംസാരത്തിൽ നിന്നോ, ആൾ വല്ലാണ്ട് തുമ്മലോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാനും, എയറിൽ കൂടെ മറ്റുള്ളവർക്ക് പകരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ തിങ്ങി പാർത്തൊക്കെ കഴിയുമ്പോൾ, ഓവർ ക്രൗഡിംഗ് ഒക്കെ ആകുമ്പോൾ, സ്ഥലം ഇല്ലാണ്ട് വളരെയധികം ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് പെട്ടെന്ന് പകരാനും, ഇങ്ങനെ ഹൈജീന്റെ കുറവ് മൂലം പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് വരുമ്പോ എന്താ സംഭവിക്കുക? നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ എന്ത് സംഭവിക്കും? അത് ഇക്കണോമിക്കലി വരെ പ്രോബ്ലംസ് സംഭവിക്കും. അതാണ് ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അത് പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് അതിന്റെ അഡിക്വേറ്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മുടെ ബേസ് വരെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബേസ് വരെ നശിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ടി ബി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ടി ബി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ഡയറിയൽ ഡിസീസ്. ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലെ, ഈ ഒന്ന് മെയിൻ ആയിട്ട് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം വളരെ ലോ ക്വാളിറ്റി, അതായത് പ്യുവർ വാട്ടർ ക്വാളിറ്റി കാരണം വരുന്നതാണ് എന്ത്? ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ, എന്താണ്, വളരെ ലോ ഹൈജീൻ, അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ക്രൗഡിങ്, ഇതുമൂലൊക്കെയാണ് എന്ത്? ഡയറിയ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നത്. അതേപോലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഇല്ലാണ്ടും വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തത് മൂലം ആണ് ഈ ഡയറിയ ഒക്കെ വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ടി ബി ആയാലും ഡയറിയ ആയാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലേറിയ ആയാലും നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന വളരെ മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ഇത്. ഈ HIV ഒക്കെ ഉള്ള ഒരു പേഷ്യന്റ്, HIV കണ്ടീഷൻ, അതായത് ഒരു കണ്ടീഷനാണ് HIV എന്ന് പറയുന്നത്. അങ്ങനെ HIV കണ്ടീഷൻ ഉള്ള ഒരു പേഷ്യന്റിന് ടി ബി വന്നു കഴിഞ്ഞാൽ അവിടെ മരണസാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ് സപ്രസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒപ്പം ഇപ്പൊ ടി ബി മാത്രമല്ല, വേറെ ഏത് അസുഖം ആ സൈഡിൽ കൂടി പോയാൽ തന്നെ HIV ബാധിതമായിട്ടുള്ള, അല്ലെങ്കിൽ ബാധിതയായിട്ടുള്ള ഒരാൾക്ക് വളരെയധികം ചാൻസ് കൂടുതലാണ് എന്ത്? മരണത്തിൽക്ക്. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ പ്രോബ്ലം ആണ്. ഇനി അടുത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കാരണം എന്താ? കുട്ടികൾ ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് മണ്ണിൽ കളിക്കുക, അങ്ങനെ കുറച്ച് വികൃതികളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഈ അസുഖം പകരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് അവരുടെ ഡ്രോപ്ലെറ്റ്സിൽ നിന്നും ഭയങ്കര ഹൈ കമ്മ്യൂണിക്കബിലിറ്റി ആണ് ഏത്? അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. യങ് ചിൽഡ്രൻസിൽ, അവരിൽ ഇമ്മ്യൂണിറ്റി ഭയങ്കര ലോ ആയിട്ടുള്ളവരുണ്ടല്ലോ, അവർക്കാണ് എന്ത്? ഏറ്റവും കൂടുതലായിട്ട് എന്ത് വരുന്നത്? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം വരുന്നത്, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നത്. അതേപോലെ ഇത് എയർ പൊല്യൂഷൻ ആണ്, സീസണബിൾ ആണ്, സീസൺ അനുസരിച്ചൊക്കെ ആയിരിക്കും അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നത്. ഇനി COVID-19 എങ്ങനെയാണ് പ്രസന്റ് എന്ത് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം ആവുന്നത്? നമുക്കറിയാം, COVID-19 എന്ന് പറയുന്ന ഒരു എയർബോൺ ഡിസീസ് ആണല്ലേ COVID-19 എന്ന് പറയുന്നത്. ഇതൊരു പാൻഡമിക് ആണ്, കൺട്രി ടു കൺട്രി അല്ലേ? നമുക്കറിയാം, നമുക്ക് COVID-19 നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ് COVID-19 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. COVID-19 നമുക്ക് നേരിട്ട് ഈവൻ എനിക്കായാലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സ്പ്രെഡിങ് ആണ് COVID-19 ഉണ്ടായതെന്ന് നമുക്കറിയാം. അപ്പൊ അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. സാനിറ്റേഷൻ, ബ്രേക്ക് ദ ചെയിൻ, എന്തൊക്കെയാണ് നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഇട്ടിട്ടൊക്കെ ആയിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ഡെത്തുകളാണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ COVID-19 എന്ന് പറയുന്നതും നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയണത് മാത്രം എഴുതാന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതാട്ടോ. ഇനി ലെപ്രസി. ലെപ്രസി എന്ന് പറയുന്നത് ഒരു ഇസ് എ വൈഡ് പ്രിവലന്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, ലെപ്രസി ഒരു എന്താ പറയാ, ഇന്ത്യയിൽ മൊത്തം അടങ്ങുന്ന ഒരു കാര്യമാണ് ലെപ്രസി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ
എന്താ പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻസും കാര്യങ്ങളും ഇല്ലാത്തത് മൂലമാണ് ലെപ്രസി വളരെയധികം ബാധിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം പ്രസന്റ്ലി ഓൾ ദ ഡിസ്ട്രിക്ട് ഇൻ ദ കൺട്രി പ്രൊവൈഡ് ഫ്രീ MDT സർവീസ്. ലെപ്രസിക്ക് എതിരായിട്ടുള്ളതാണ് MDT. MDT എന്ന് പറഞ്ഞാൽ മൾട്ടി ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ അത് ലെപ്രസിക്ക് എതിരായിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫിലേറിയ, അതേപോലെ തന്നെ STD, ഇതെല്ലാം നമുക്കറിയാം. ഇത് കൂടുതൽ നമ്മൾ ഇതിൽ ഇവോൾവ് ആവേണ്ടതല്ല. ഈ ഫിലേറിയ എന്ന് പറഞ്ഞതും STD എന്ന് പറയുന്നതും ഒക്കെ, അതേപോലെ ഇനിയുണ്ടല്ലോ എയ്ഡ്സ്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യ ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പെടുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണം എഴുതാനായിട്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് വേറെ എന്തൊക്കെയുണ്ട്, കാലഹസാറ്, മെനിഞ്ചൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലിറ്റീസ്, എൻജറിക് ഫീവർ, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയും നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് എഴുതാം. കാരണം നമുക്ക് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലത്തിൽ ആദ്യം എഴുതേണ്ടത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പോൾ ഒരുവിധം അറിയാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ TB എന്തായാലും വേണം, അതേപോലെ തന്നെ ഡയറിയ എന്തായാലും വേണം, COVID-19 കുറിച്ച് എഴുതണം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന മേജർ ആയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ പറ്റി ഒരു ഐഡിയ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് കേട്ടോ. ഇനി അടുത്തത് എന്താ നമ്മൾ പറയണത്, ഇനി അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്കറിയാം എന്താണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക്, ഇപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്റെ ഡ്രോപ്ലെറ്റ്സ് അല്ല എന്റെ പ്രസൻസ് മൂലം അത് അവർക്ക് പകരും. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് മറ്റുള്ളവരിലോട്ടേക്ക് പകരില്ല. ഇതൊരു ക്രോണിക് കണ്ടീഷൻ ആണ്. കമ്മ്യൂണിക്കബിൾ എന്താ അക്യൂട്ട് ആണെങ്കിൽ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു ക്രോണിക് കണ്ടീഷൻ ആണ്. അത് ചിലപ്പോൾ വർഷങ്ങളോളം നമ്മുടെ ശരീരത്തിന്റെയും ചിലപ്പോൾ സിംറ്റംസ് കാണിക്കുന്നത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴും നമ്മളൊരു അവസ്ഥയിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യേണ്ടത് നല്ലതാണ്. കാരണം പ്രസന്റ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, പ്രസന്റ് ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഒരു കൺട്രിയുടെ ഒരു കണ്ടീഷൻ, നമ്മുടെ ലിവിങ് ഹാബിറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ്, മെയിൻ അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വർഷത്തിൽ ഒന്നൊന്നും പോരാ, 1-2 വട്ടമെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ചിലപ്പോൾ ഇപ്പൊ ഒരു 10-20 വയസ്സുള്ള 25 വയസ്സുള്ളവർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. നമ്മൾ പണ്ട് എന്ന് പറയുന്നത് 50 വയസ്സിന് മേലെ, അല്ലെങ്കിൽ ഒരു 50 പോട്ടെ, ഒരു 60-70 വയസ്സിന് മേലെ ഉള്ളവരാണ് ഹാർട്ട് അറ്റാക്കും ഈ ക്യാൻസറും അങ്ങനെയൊക്കെ കേൾക്കണത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 10-21 വയസ്സ് 22 വയസ്സുള്ള ചില കുട്ടികൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വെച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ കേൾക്കണം. അപ്പൊ അത്രയും എന്താ പറയുക, ജനറേഷൻ ഗ്യാപ്പിൽ ഈ അസുഖങ്ങളിൽ കയറി കയറി വരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം. ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക, അതാണ് ഏറ്റവും നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. അതാണ്. അതേപോലെ തന്നെ ക്യാൻസറിന്റെ കേസസ് എടുക്കുകയാണെങ്കിലും, പണ്ടെന്ന് പറയുമ്പോൾ എത്രയോ പേരിൽ 1-2 ക്യാൻസേഴ്സ് ഒക്കെ കണ്ടുള്ളൂ. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഒരു 10-20 പേരെടുത്താൽ അതിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടാവും. ആ അവസ്ഥയിലാണ് ക്യാൻസർ എത്തിക്കുന്നത്. ക്യാൻസറിന് പല വേരിയേഷൻ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ഓറൽ ക്യാൻസർ, അങ്ങനെ ഓരോരോ ക്യാൻസേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് ഒരു നോർമൽ ഡിസീസ് ആയിട്ട് മാറിയേക്കാണ് ഈ ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്, CVD, കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതെല്ലാം ആക്സിഡന്റ് വരെ നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പറയാം, ബ്ലൈൻഡ്നെസ്, ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. നമ്മുടെ ഹാബിറ്റ് മാറ്റുക, ഈ ടുബാക്കോയുടെ യൂസ്, ഡ്രഗ്സിന്റെ യൂസ്, ആൽക്കഹോൾ, ഇതിന്റെ ഒക്കെ യൂസ് ഒക്കെ ഇല്ലാണ്ടാക്കുക. ഈ പുകയില അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മെയിൻ ആളാണ് ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക. അതേപോലെ നമ്മുടെ ജങ്ക്സ് ഫുഡ്, നമുക്ക് ഹെൽത്തി ആയിട്ട് ഒന്നും ചെയ്യണമെന്നല്ല, നമുക്കറിയാം നമുക്ക് എല്ലാം ഒരു ഇച്ചിരിയൊക്കെ വേണം. എന്ന് വെച്ചാൽ നമ്മൾ അതിൽ തന്നെ ഡിപ്പെൻഡ് ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ വളരണത്.
അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ഈ നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ശരീരത്ത് അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താ, അക്യൂട്ടായിട്ട് വരുന്നു, നമുക്കത് മനസ്സിലാകുന്നു, സിംറ്റംസ് കാണിക്കുന്നു, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഒക്കെ നടക്കുന്നു. പക്ഷെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്ത് വന്നിട്ട് ഇത്ര കുറേ ചിലപ്പോൾ നാളുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് അറിയണത്. അപ്പോഴേക്കും അതൊരു സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു കണ്ടീഷനിലായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക, അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി അടുത്തത് എന്താ, ന്യൂട്രീഷണൽ പ്രോബ്ലം ആണ് അടുത്തത്. ഇത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഒരു മേജർ ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് എന്ത്, ന്യൂട്രീഷണൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് എന്ത്, പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ. ഇതെന്താ, കാലറീസിന്റെയും പ്രോട്ടീന്റെയും ഡെഫിഷ്യൻസി മൂലം വരുന്നതാണ് എന്ത്, പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം മെയിൻ ആയിട്ട് എന്താ, കുട്ടികളിൽ സ്ക്വാഷിയോർക്കർ, മരാസ്മസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ്, പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ, പ്രോട്ടീൻസും കാലറീസും ഒന്നും ഇല്ലാണ്ട് വരുമ്പോഴാണ് എന്ത് വരുന്നത്, നമുക്ക് പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ, നല്ല രീതിക്ക് ഫുഡ് എടുക്കാത്തതിന്റെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതുമൂലം കുട്ടികളിലാണ് എന്ത്, സ്ക്വാഷിയോർക്കർ, അതേപോലെ തന്നെ മരാസ്മസ് പോലുള്ള അസുഖങ്ങൾ വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് എന്ത്, ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. കുട്ടികളിൽ, അതായത് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ലെസ് ദാൻ എത്രയാണ്, 2.5 കിലോ വെയിറ്റിനേക്കാളും കുറവാണെങ്കിൽ അവരെന്താണ്, ലോ ബർത്ത് വെയിറ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് എന്താ, മാറ്റേണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അമ്മ പ്രോപ്പർ ആയിട്ടുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആരോഗ്യം ഇല്ല എന്നാണെങ്കിൽ അത് കുട്ടീനെ എഫക്ട് ചെയ്യും. അതായത് മാറ്റേണൽ ന്യൂട്രീഷൻ, അതേപോലെ മാറ്റേണൽ ന്യൂട്രീഷൻ അനീമിയ ആണ് എന്ത്, ഈ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ലോ ബർത്ത് വെയിറ്റിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താ, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ഗോയിറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഇതുമൂലം ഗോയിറ്റർ ആണ്. അതായത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ ഉണ്ടല്ലോ, തൈറോയിഡ് ഗ്ലാൻഡ് സ്വെല്ല് ചെയ്യും, തൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യും. ഇതാണ് എന്ത്, അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നത്. ഇത് നമ്മൾ എൻഡമിക് ഗോയിറ്റർ എന്നാണ് പറയണത്. ഇനി നാലാമത്തെ എന്താ, വൈറ്റമിൻ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. കുട്ടികളിൽ മെയിൻ ആയിട്ട് ഇത് ബ്ലൈൻഡ്നെസ് പോലുള്ള അസുഖങ്ങൾ, ബ്ലൈൻഡ്നെസ് ഇടയാക്കും. എന്തുകൊണ്ട്, ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം. ഇനി വരുന്നത് അനീമിയാസിസ്. ന്യൂട്രീഷണൽ അനീമിയാസിസ് എന്ന് പറയുന്നത് കുട്ടികളിൽ കോമൺ ആയിട്ട് കാണും. കുട്ടികളിൽ മാത്രമല്ല, പ്രഗ്നന്റ് വുമൻസിലും അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിലും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് എന്ത്, അനീമിയാസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഫ്ലൂറോസിസ്. ഇത് എന്താണ്, എക്സസ് ഓഫ് ഫ്ലൂറോസിസ്, ഡ്രിങ്കിങ് വാട്ടർ, വെള്ളത്തിലാണ് ഫ്ലൂറോസിസ്, അതായത് വെള്ളത്തിൽ ഫ്ലൂറോസിന്റെ കണ്ടന്റ് കൂടുമ്പോൾ വരുന്നതാണ് എന്ത്, ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. ഇതുമൂലം പല്ലിനും എല്ലിനും ഒക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ന്യൂട്രീഷണൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ, ലോ ബർത്ത് വെയിറ്റ്, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, അനേമിയാസിസ് ആൻഡ് ഫ്ലൂറോസിസ് എന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളതൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വട്ടം തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത്. വായിക്കുക, എഴുതാം കേട്ടോ. ഇനി അടുത്തതാണ് എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം. നമുക്ക് അറിയാം എന്താണ് എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം എന്നുള്ളത് അല്ലെ. ലാക്ക് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. എന്താ പറയാ, തിളപ്പിച്ചാറ്റിയ വെള്ളമൊന്നും കുടിക്കാണ്ടിരിക്കുക, കണ്ട അവിടെ ഇവിടെയുള്ള വെള്ളമൊക്കെ കുടിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോ ഇതൊക്കെ എന്താണ്, വളരെ വലിയ ഒരു മേജർ പ്രോബ്ലം ആയിട്ടാണ് മാറുക. അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഈ എക്സ്ക്രീറ്റഡ് ആയിട്ടുള്ള ഡിസ്പോസലിന് പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്ററി മെത്തേഡ്സ് ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ എന്താ, മേജർ ആയിട്ടുള്ള എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം ആണ്. ഈ പ്യുവർ വാട്ടർ ക്വാളിറ്റി, അതേപോലെ തന്നെ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള സാനിറ്റേഷൻ, ലോ ഹൈജീൻ, അതേപോലെ ഈ ഓവർ ക്രൗഡിങ്, ഇതെല്ലാം എൻവിയോൺമെന്റ് സാനിറ്റേഷൻ പ്രോബ്ലം ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ കുറെ പെർസെൻറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് അർബണിൽ എങ്ങനെയാണ്, റൂറലിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് കേട്ടോ.
അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ദ പ്രോബ്ലം ഓഫ് എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ഇസ് എ ട്രൂലി ജൈന്റാന്റിക്. കാരണം നമുക്കറിയാം ഇതൊരു വലിയൊരു പ്രോബ്ലം ആണല്ലേ. പ്രോപ്പറായിട്ട് ഈ എൻവയോൺമെന്റിൽ നിന്നാണ് നമ്മുടെ, അതായത് ഏറ്റവും ഉറവിടം എന്താ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ രീതി നമ്മുടെ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ, നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ നമ്മളിലെ എന്താ, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കൺട്രിനെ കൊണ്ടുനടക്കുന്നത് അതേപോലെ ഇരിക്കും കൺട്രി നമ്മളെ കൊണ്ടുനടക്കുന്നത്. നമ്മള് പ്രോപ്പർ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, എന്താ പറയുക, ഒരു വൃത്തിയില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ കൺട്രി അങ്ങനെ തന്നെയായിട്ട് മാറും. അപ്പൊ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മനുഷ്യരിലാണ്, എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യണത്. ഒരാള് നന്നായാൽ തന്നെ ആണ് അടുത്ത ആള് നന്നാവുള്ളൂ. നമ്മൾ ആദ്യം നന്നാവാൻ നോക്കാം, മറ്റുള്ളവരെ നന്നാക്കാനുള്ള ടൈം കളയുന്നതിനേക്കാൾ നമ്മൾ ആദ്യം നന്നാവണം, എന്നാലാണ് നമ്മുടെ കൺട്രി നമുക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, UK ഒക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അവിടെ ഒന്നും ഇതുപോലെ ഉള്ള ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ ആൾക്കാർക്ക് അത്രയും എന്താണ്, എഡ്യൂക്കേഷൻ ഉണ്ട്, അതേപോലെ അവരങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകുന്നത്. നമ്മളും അതേപോലെ ഗ്രാജുവലി ആകണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോലും നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചാലാണ് നമ്മുടെ ഭാവി ജനറേഷൻ തന്നെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത് എന്താ, മെഡിക്കൽ കെയർ പ്രോബ്ലം. മെഡിക്കൽ കെയർ പ്രോബ്ലം എന്താ, മെഡിക്കൽ കെയർ ഇൻ ഇന്ത്യ ഈസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ വെസ്റ്റേൺ മെഡിസിൻ. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വെസ്റ്റേൺ മെഡിസിൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പക്ഷെ വെസ്റ്റേൺ മെഡിസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കോസ്റ്റ്ലി ആണ്, അതേപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആണ്. മെയിൻ ആയിട്ട് ഇപ്പോൾ ഇത് അർബൻ ഓറിയന്റഡ് ആണ്. റൂറൽ പോപ്പുലേഷൻസിന് ഇത് അത്രയും അക്സെപ്റ്റബിൾ ആയിക്കുന്നില്ല. അർബൻ ഓറിയന്റഡ് ആണ് എന്ത് നമ്മുടെ ഇപ്പോഴത്തെ മെഡിസിൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ്ലി കോസ്റ്റഡ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി ആണ്. ദ കറന്റ് ക്രിറ്റിസിസം ഓഫ് ദ മെഡിക്കൽ കെയർ ഇൻ ഇന്ത്യ ഇസ് മോസ്റ്റ്ലി എന്താണ്, അർബൻ ഓറിയന്റഡ് ആണ്. അതേപോലെ നമുക്ക് റൂറൽ ആൾക്കാർക്ക് ഇത് അത്രയും അക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ റൂറൽ ഏരിയാസിൽ ഉണ്ടാവില്ല. ഇതുപോലെ ചിലപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കണ്ട് ചികിത്സിച്ച് എടുക്കാനായിട്ടുള്ള സൗകര്യം റൂറൽ ഏരിയാസിൽ ഉണ്ടാകുന്ന വരില്ല. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ്ലി അർബൻ ഓറിയന്റഡ് ആണ്. അപ്പോൾ റൂറൽ ആൾക്കാർക്ക് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ വളരെ കുറവാണ്, ഇല്ലെന്നല്ല, വളരെ അർബൻ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറവാണ്. അപ്പൊ അതും മെഡിക്കൽ കെയറിൽ വരുന്ന ഒരു വലിയൊരു പ്രോബ്ലം ആണ്. ഇതും ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചാലഞ്ച് ആണ്. ഇനി എന്താ, പോപ്പുലേഷൻ പ്രോബ്ലം. പോപ്പുലേഷൻ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് പോപ്പുലേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ ഓരോ ദിവസം കൂടുന്തോറും പോപ്പുലേഷന്റെ വളർച്ച കൂടിക്കൂടി വരികയാണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ലതല്ല. കാരണം നമുക്ക് ഇപ്പൊ നോക്കുമ്പോ 1.46 ബില്യൺ ആൾക്കാരാണ് ഇന്ത്യയിൽ ഉള്ളത്. അതായത് ചൈനയെ മറികടന്നു, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആണ് ഇന്ത്യ ഇപ്പൊ നിൽക്കുന്നത്. 146 കോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് എന്താണ് ജീവിക്കുന്നത്. അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ്, അതായത് റിസോഴ്സ് പ്രോബ്ലംസ്, നമുക്ക് ഈ കണ്ട ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇല്ല. അപ്പൊ അതുമൂലം ഓവർ ക്രൗഡിങ് ആണ് വരുന്നത്. ഇങ്ങനെ ഓവർ ക്രൗഡിങ് ആവുമ്പോൾ എന്ത് സംഭവിക്കും, ജനങ്ങൾ ഇങ്ങനെ തിങ്ങി പാർക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തുടങ്ങി, ഇല്ല എന്താ പറയാ, വാറ് വരെ അവിടെ നടക്കും, യുദ്ധങ്ങൾ വരുന്നത്. യുദ്ധം നടക്കണം എന്തിനാണ്, പല രാജ്യങ്ങൾ പിടിച്ചെടുക്കാനും അതിനും ഇതിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി അതെന്റെയാണ് ഇതെന്റെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം കലാപങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് ഈ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബർത്ത് പോപ്പുലേഷൻ ആണ്. അത്യാവശ്യം ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഇപ്പൊ അത്യാവശ്യം ചിന്തിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാം ഒന്ന് നമുക്കൊന്ന് എന്നൊക്കെ ആയിരുന്നു, ഇപ്പൊ നാം ഒന്ന് നമുക്ക് രണ്ടെന്നൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് മാക്സിമം ഇപ്പൊ ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ ഫാമിലിയാണ് ഏറ്റവും എന്താ പറയാ, ചെറിയ ഫാമിലി ആണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളെ എന്താ പറയാ, കുട്ടികൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നതല്ല. നമുക്കിപ്പോ ഒന്നേ ഉള്ളെങ്കിൽ ആ ഒരു കുട്ടീനെ
പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് നല്ല രീതിക്ക് വളർത്തുക, സൊസൈറ്റിക്ക് ഏറ്റവും എന്താ പറയാ ആവശ്യമായിട്ടുള്ള രീതിയിൽ വളർത്തുക എന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് കുറെ കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ, ഇപ്പൊ നമുക്കറിയാലേ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോരം പൈസയാണ് വേണ്ടത്. അപ്പൊ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഇക്കണോമിക്കലി, സോഷ്യലി, മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കും പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗവൺമെന്റ് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും ബർത്ത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. പല എന്താ പറയുക മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബർത്ത് ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പോപ്പുലേഷൻ പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ പോപ്പുലേഷൻ പ്രോബ്ലം ആണ് എങ്ങനെ എന്താണ് നമ്മുടെ കൺട്രിയുടെ എക്കണോമിക്സിനെ എഫക്ട് ചെയ്യും. The population explosion has affected the economic development of the country. കൺട്രിയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ മനുഷ്യരുടെ ലിവിങ് സ്റ്റാൻഡേർഡിനെയാണ് എഫക്ട് ചെയ്യണത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയാണ് നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഒന്ന്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോബ്ലം. 2, ന്യൂട്രീഷണൽ പ്രോബ്ലം. 3, എൻവിയോൺമെന്റൽ സാനിറ്റേഷൻ പ്രോബ്ലം. 4, മെഡിക്കൽ കെയർ പ്രോബ്ലം. 5, പോപ്പുലേഷൻ പ്രോബ്ലംസ്. ഇതില് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വോയിസിൽ എഴുതാം കേട്ടോ, ഓൺ സെന്റൻസിൽ എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ തന്നെ ഞാൻ ടീച്ചർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെ നല്ല രീതിക്ക് വായിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ഇന്ത്യ ഫേസ് ചെയ്യണത് കേട്ടോ.